എല്ലാവർക്കും നമസ്കാരം. ജമീലാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഇഫ്താർ സ്പെഷ്യൽ റെസിപ്പിയാണ്. ഇത് നമുക്ക് റംസാൻ മാസമൊക്കെ അടുത്തത് കൊണ്ട് ഇതെല്ലാവർക്കും ഉപകാരപ്പെടും. പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ അമർത്തുക. നമുക്കിനി വീഡിയോയിലോട്ടേക്ക് കടക്കാം. അതിന് വേണ്ടുന്ന ചേരുവയാണ്. ഇത് ഞാൻ കടലപ്പരിപ്പാണ് എടുത്തിട്ടിരിക്കുന്നത്. 5 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പാണ് എടുത്തത്. ഇത് പാലില്ലേറ്റ് ഞാൻ തേങ്ങാപ്പാൽ എടുത്തതാണ്. അതൊരു 1/2 കപ്പ് തേങ്ങാപ്പാലുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത്, അണ്ടിപ്പരിപ്പ് ഒരു 10-12 എണ്ണം ഉണ്ട്, മുന്തിരി, അല്പം ഉപ്പ്, മധുരം ഒന്ന് റെഡിയാവാൻ വേണ്ടിയിട്ടാണ്, പഞ്ചസാര 8 ടേബിൾ സ്പൂൺ, 6 മുട്ട, ഇതെല്ലാമാണ് എടുത്തിരിക്കുന്നത്. ഇനി പശു നെയ്യില്ലാത്തതുകൊണ്ട് കോക്കനട്ട് ഓയിലാണ് എടുത്തത്. നമുക്കിനി ഈ പരിപ്പ് കഴുകി വൃത്തിയാക്കിയിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് വേവിച്ചെടുക്കണം. ഇതിൽ അല്പം വെള്ളവും ഒഴിച്ച് നമുക്കിത് വേവിച്ചെടുക്കാം. കടലപ്പരിപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഒരു 5 ടേബിൾ സ്പൂണാണ് എടുത്തത്. ഇത് അളവ് പറയുന്നില്ല എന്ന് പറയുന്നത് കൊണ്ടാണ് വീണ്ടും വീണ്ടും പറഞ്ഞത്. ഇനി വെള്ളം ഒഴിച്ച് നമുക്ക് വേവിച്ചെടുക്കാം. ഇത് ഞാൻ 2 മണിക്കൂർ കുതിർത്ത് വെച്ചതാണ് കടലപ്പരിപ്പ്. കുക്കറിൽ വെച്ചാൽ പെട്ടെന്ന് വെന്ത് കിട്ടും, അതുകൊണ്ടാണ് കുക്കറിൽ വെച്ചത്. പിന്നെ എല്ലാവരും പറയുന്നത് കേട്ടിട്ടുണ്ട്, 4 മണി വിസിൽ വരുമ്പോഴേക്കും പരിപ്പ് വെന്തിട്ടുണ്ട്. ഇതെൻ്റെ 5 വിസിൽ വന്നേരാണ് വെന്തത്. ഇത് അധികം വെന്ത് ഉടഞ്ഞു പോയരുത്. ഇത് ഇങ്ങനെയാണ് വേവാവും. അധികം വെന്ത് ഉടഞ്ഞ് വെള്ളം കയറിപ്പോയാൽ ഒരു വെള്ളത്തിൻ്റെ ചുവ വരും പോളക്ക്. നമുക്കിനി മിക്സിയിലിട്ട് അരച്ചെടുക്കാം. ഇത് വെള്ളം മൂറ്റിയിട്ടാണ് ഇട്ട് കൊടുത്തത്. ഈ മുട്ട ഉടച്ച് വെച്ചതാണിത്. 6 മുട്ടയുമാണ് ഇതിൽ. ഇനി നമുക്ക് ഏലക്കായൻ്റെ പൊടി ഇട്ട് കൊടുക്കാം. ഒരു പിഞ്ച് ഉപ്പിട്ട് കൊടുക്കാം. അത് വെക്കുമ്പോൾ പഞ്ചസാര ഇടാൻ മറന്നുപോയതാണ്. അത് ഒപ്പം തന്നെയാണ് ഇടേണ്ടത്. സ്വിച്ചിട്ട് അരിയാൻ ഓർമ്മയായത് കൊണ്ട് വീണ്ടും തുറന്നിട്ട് പഞ്ചസാര ഇട്ട് കൊടുത്തതാണ്. എല്ലാം ഒന്നായിട്ടാണ് അടിക്കേണ്ടത്. ഇത് നല്ലവണ്ണം അരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇത് നല്ലവണ്ണം തരിയൊന്നും ഇല്ലാതെ അരിഞ്ഞ് കിട്ടണം. ഇനി നമുക്കിതിലേക്ക് എടുത്തു വെച്ച പാലൊഴിച്ച് കൊടുക്കാം. നല്ലവണ്ണം ഫൈനായി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് പശു നെയ്യില്ലാത്തത് കൊണ്ട് കോക്കനട്ട് ഓയിലാണ് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത്. ഇങ്ങനെയാണ് വേണ്ടത്. ഇതാണ് ഇതിൻ്റെ റെഡിയായ പരുവം. ഇനി അതിലേക്ക് ഞാൻ ഓയിൽ ഒഴിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. പശു നെയ്യാണ് ടേസ്റ്റ് കിട്ടുക, പക്ഷേ അതെൻ്റെ അടുത്ത് ഇല്ലാത്തത് കൊണ്ടാണ്. ഈ 10-12 അണ്ടിപ്പരിപ്പാണ് ഞാൻ എടുത്തിട്ടിരിക്കുന്നത്. ഇതിൻ്റെ കളറ് ഞാൻ തന്നെ കശുവണ്ടിയിൽ നിന്ന് പരിപ്പെടുത്തതാണ്. ഇത് ഞാൻ മുമ്പേയും പറഞ്ഞിട്ടുണ്ട്. അതാണ് നമുക്ക് മിക്സിൻ്റെ അകത്തുനിന്ന് എടുത്ത അതേ രീതിയിലുള്ള കളറ് നമ്മൾ വീട്ടിൽ നിന്ന് എടുത്ത പരിപ്പിന് കിട്ടുകയില്ല. അവർ മിക്സിൻ്റെ അകത്തുനിന്ന് എടുക്കുന്നതല്ലേ, നമ്മൾ അടുപ്പത്ത് വെച്ചിട്ട് എടുത്തതല്ലേ, അതുകൊണ്ടാണ് ഈ കളർ വ്യത്യാസം. പിന്നെ മുന്തിരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കളർ വ്യത്യാസം എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടാകും. നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ പരിപ്പായതുകൊണ്ട്. അവരുണ്ടാക്കുന്നത് നല്ല വെള്ള കളറുണ്ടാകും. നമ്മൾ അടുപ്പത്ത് വെച്ച് തീ കത്തിച്ചെടുക്കുന്നത് കൊണ്ടാണ് ഒരു കറുപ്പ് കളർ തോന്നുന്നത്. വീഡിയോയിൽ കാണും പോലത്തെ കറുപ്പൊന്നുമില്ല. നിങ്ങൾക്ക് ഇത് പൊരിച്ചെടുക്കുമ്പോൾ തന്നെ കണ്ടാൽ അറിയാം. ഇനി നമുക്ക് ഇതിലേക്ക് ഈ കൂട്ട് ഒഴിച്ച് കൊടുക്കാം. പരിപ്പിൻ്റെ ഒഴിച്ച് കൊടുത്തിട്ട് ഒരു 3 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട്, മീഡിയം ഫ്ലെയിമിലാണ് വെക്കേണ്ടത്. ഒരു 3 മിനിറ്റ് മൂടി വെച്ചിട്ട്, എന്നിട്ട് ആ 3 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഒരു പഴയ പാനോ മൂടിയോ എന്തെങ്കിലും നല്ലവണ്ണം ചൂടാക്കി അതിൻ്റെ മുകളിൽ എടുത്ത് വെച്ചാൽ അടി കരിയയില്ല. ഞാൻ എപ്പോഴും എടുക്കുന്ന ഒരു മൂടിയാണിത്, പഴയ മൂടിയാണ്. നിങ്ങളടുത്ത് പാൻ വെച്ചത് ഞാൻ എല്ലാത്തിനും എടുക്കുന്നതാണ്. എന്ത് കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ ഞാൻ ഈ മൂടിയാണ് അടിയിൽ വെക്കാറ്. ഇനി ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ആ പരിപ്പ് മുന്തിരിയൊക്കെ വെച്ച് കൊടുക്കാം. പിന്നെ ഇതിൻ്റെ കനം പോലെയാണ് വേവ്. ചിലത് 25 മിനിറ്റ് ആവും, ചിലത് അരമണിക്കൂറാവും. ഇത് കനം കൂടുന്നതിനനുസരിച്ചാണ്. ഇത് എൻ്റേത് 20 മിനിറ്റ് കൊണ്ട് വെന്ത് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പം തന്നെ റെഡിയാവാനായിട്ടുണ്ട്. 15 മിനിറ്റ് ആയിട്ടാണുള്ളൂ. അതുകൊണ്ട് ഇനി ഒരു 5 മിനിറ്റ് വേവും കൂടിയുള്ളതെന്ന് എനിക്ക് കണ്ടിട്ട് തോന്നുന്നത്. ചിലത് കനം കൂടുന്നതിനനുസരിച്ച് വേവ് കൂടും. ഇതിലും കനം കൂടുമ്പോൾ 25-20 മിനിറ്റൊക്കെ ആകും. ഇത് 15 മിനിറ്റാണ് ഇപ്പോൾ ആയിട്ടുള്ളൂ. ഇനി ഒരു 5 മിനിറ്റിൻ്റെ വേവും കൂടിയാണുള്ളൂ. നമുക്ക് മൂടി വെച്ച് തുറന്ന് നോക്കാം. 20 മിനിറ്റാണ് ആയിട്ടുള്ളൂ. അത് ഇറുക്കിൽ വെച്ച് കുത്തി നോക്കി റെഡി ആയിട്ടുണ്ട്. 20 മിനിറ്റ് കൊണ്ട് റെഡി ആയിട്ടുണ്ട്.
ഇനി നമുക്കിത് തണിഞ്ഞാലാണ് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാൻ പറ്റൂ. തണിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊരു പ്ലേറ്റ് വെച്ച് അതിലേക്ക് കമിഴ്ത്തി കൊടുക്കാം. ഇതൊക്കെ അരിഞ്ഞിട്ടൊന്നുമില്ല, റെഡിയായിട്ടുണ്ട്. നമുക്കിത് ഇനി മുറിച്ചൊന്ന് കാണിക്കാം. ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇത് എല്ലാവർക്കും, കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഇഷ്ടപ്പെടും. നല്ല സോഫ്റ്റാണ്. നമുക്കിതൊന്ന് മുറിച്ച് നോക്കാം. എല്ലാവരും ഉണ്ടാക്കി നോക്കി കമൻ്റ് അറിയിക്കണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഇനി പുതിയൊരു വീഡിയോയുമായി കാണും വരെ ബൈ.